ഇത് 2 വർഷമായ വഴുതനയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു മാസമായി ഇതെല്ലാം പ്രൂൺ ചെയ്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വളവും വെള്ളവും കൊടുത്തു. വളവും വെള്ളവും കൊടുത്തപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. പൂവിട്ട് തുടങ്ങി. ഒരു മാസം തന്നെ ആയിട്ടുള്ളത്. എല്ലാം പൂവിട്ട് തുടങ്ങി. ഇതെല്ലാം ചട്ടിയിലാണ് വച്ചിട്ടുള്ളത്. ചട്ടിയിലിരിക്കുകയാണെങ്കിലും വളം ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണതിന്. മൂട്ടിലും വളം ചാണകവും കോഴിക്കാരം ഇങ്ങനെയുള്ള സാധനം ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ വളം പച്ചിലയെല്ലാം പുളി ചെയ്ത് അഴുകിയ വെള്ളം ഇതിനകത്ത് ഇങ്ങനെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കീടബാധയും അധികം ഉണ്ടാവില്ല, അതിനുള്ള വളവും കിട്ടും. നമ്മൾ ഗാർഡനിലുള്ള പച്ചിലകൾ മതി ഡ്രമ്മിനകത്തിട്ട് നല്ലവണ്ണം അഴുകുന്ന ശകലം ശർക്കര ഇട്ട് വെച്ചാൽ അപ്പോൾ സ്മെല്ലുണ്ടാവില്ല. അത് മാത്രം മതി വളമായിട്ട് കൊടുക്കാൻ. പിന്നെ ഫിഷാമിനെ കൊടുക്കും. ഫിഷാമിനെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കണം, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങണമെന്നല്ല. മീൻ കഴുകണ സമയത്ത് അതിൻ്റെ വെള്ളം ശർക്കര ഇട്ടൊരു 7-8 ദിവസം വച്ചേക്കും. വെച്ചതിന് ശേഷം അതിൽ നിന്ന് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള വളങ്ങൾ ചെയ്താൽ മതി. പ്രാവശ്യം കിട്ടിയ തൈകളെല്ലാം ഹൈറ്റ് കുറഞ്ഞ തൈയാണ്. അപ്പോൾ ഒരുപാട് ഹൈറ്റൊന്നും വയ്ക്കുന്നില്ല, പക്ഷെ എല്ലാം കായ്ച്ചു തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ നെറ്റിൻ്റെ മോൾ ഭാഗം വരെ എത്തുമായിരുന്നു. ഇപ്പം അതില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ചട്ടിയിലാണ് നമ്മൾ കൃഷി ചെയ്യണത്. നമുക്ക് വീടുകളിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചെടി വയ്ക്കുന്നതിന് പകരം നമ്മളിത് ചെടിയായിട്ടുള്ളത് വഴുതനയും പച്ചമുളകും തക്കാളി ഇങ്ങനെയുള്ള ഐറ്റം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിലേക്കുള്ള പച്ചക്കറി സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചെടിയും വയ്ക്കാം, അപ്പോൾ അതൊരു നല്ല ഇതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വെജിറ്റബിളും വെച്ച് കൊടുക്കുക. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാനേ ഉള്ളൂ. നമ്മളിത് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറി ഒരുപാട് വിഷം അടിച്ച് വരണതാണ്. അപ്പോൾ അത് വാങ്ങുന്നതിനേക്കാളും നമുക്ക് നല്ലത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. ഇതാകുമ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇതിനെ കീടനിയന്ത്രണം ചെയ്യുക. അതെല്ലാം ഒന്നൊരാടം ഈ പച്ചില അഴിയ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 2 ദിവസം ഫിഷാമിന അടിച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം, ഒരാഴ്ചയിൽ 1 ദിവസം കൂടുമ്പോൾ ഒന്ന് വിനാഗിരി കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടബാധയും ഉണ്ടാവില്ല. ഇത് നമ്മുടെ നാട്ടിൽ നാടൻ പച്ചമുളകാണ്. നിറച്ച് കായ്ക്കുന്നുണ്ട്. ഇതിനും വളമൊക്കെ അത് തന്നെ. അതോടൊപ്പം തന്നെ നമ്മളിവിടെ അത്തി നട്ടിട്ടുണ്ട്. അത്തി ഇങ്ങനെ കൊല കുത്തി കായ്ച്ചിട്ടുണ്ട്. ബ്രാഞ്ച് വരണുണ്ട്. അതനുസരിച്ച് കായ്ഫലവും കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വളം ചെയ്ത് കൊടുക്കണം. ഇതും ഒരു ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. എല്ലാം ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്നും തറയിൽ നട്ടിട്ടുള്ളതല്ല. ഇതുണ്ട്, ഇതും ഡ്രമ്മിലിട്ടിങ്ങനെ. ഇത് കോവൽ ദൂരോട്ട് അധികം ദൂരം പടത്തി വിടാതിരിക്കാൻ വേണ്ടി സ്റ്റീലിങ്ങനെ അടിച്ചിട്ട്
വെർട്ടിക്കായിട്ട് നിർത്തിയിട്ടുണ്ട് സ്ട്രെയിറ്റായിട്ട്. എന്നിട്ട് അതിൽ കയറ്റി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഹൈറ്റിനെ. അപ്പോൾ നമുക്ക് വളം ഇതുപോലെ ബക്കറ്റിലായിരിക്കണം. അത് 2 മൂട് ബക്കറ്റിൽ വെച്ച് മണ്ണ് വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം എൻ്റെ പേര് വെള്ളത്തിൽ ഇറക്കി വിട്ടിരിക്കണം. അടിയിൽ വെള്ളം വെച്ച് ഈ ബാൾട്ടിയിൽ ഇറക്കി വിട്ടിട്ടുള്ളത്. അത് നന്നായിട്ട് വരണുണ്ട്. ഇത് പച്ചച്ചീരയും ചുവപ്പ് ചീരയായിട്ട് ഇതും ബക്കറ്റിനകത്തുള്ള ചെടിച്ചട്ടിയിൽ വലിയ ചട്ടിയാണ് അതിനകത്ത് ഇട്ടിട്ടുള്ളതാണ്. പച്ചച്ചീരയും ചുവന്ന ചീരയായിട്ട്. ഇത് കറിവേപ്പ്. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ പ്രൂൺ ചെയ്ത് വിട്ടുവിടുക. കട്ട് ചെയ്താണ് എല്ലാം, ഫുള്ള് കട്ട് ചെയ്തിട്ട് വിട്ടാണ്. എല്ലാം തീർത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മൂട്ടിൽ ചകിരി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ നമുക്കിത് മൂട്ടിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അഴുകി വളമായി മാറിക്കോളും. ഇത് അത്തി. ഇത് നിറച്ച് കായ്ച്ചതാണ്. ഇത് ഞാൻ അടത്തിന് ഇപ്പോൾ കുറച്ച് കായകളെ ഉള്ളൂ. നന്നായിട്ട് വരണമുണ്ട്. ഇത് അത്തി. ഞാൻ ഇപ്രാവശ്യം വേറെ ഒരു മൂടിൽ നിന്ന് അത്തിയിൽ നിന്ന് കമ്പ് വെട്ടി നട്ട് പൊടിപ്പിച്ചാണ്. വെട്ടി നട്ടതാണ്. ഇത് നമ്മുടെ നാടൻ പച്ചമുളക്. എല്ലാം ഇത് പച്ചമുളക്. ഇത് മതി തന്നെ. പച്ചമുളകും ചീരയും ചാടി വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ വച്ചിങ്ങനെ ടയറിലാണ്. ടയറിൽ മണ്ണ് നിറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് 2 വർഷം കഴിഞ്ഞ പച്ചമുളകാണ്. നിറച്ച് കായ്ക്കുന്നുണ്ട്. നിറച്ച് കായ്ക്കുന്നത് മൂട്ടിൽ മാത്രമുള്ള വളമല്ല. ഇതിന് നമ്മളിത് ഇലയിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും നിറച്ച് കായ്ക്കുന്നത്. ഇത്രയും വലിയ മൂടായിട്ട് നമുക്ക് കായ്ച്ച് കിട്ടണം നിറച്ച്. അത് ഇലയിൽ കൂടെ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനുള്ള വളം കിട്ടും. മൂട്ടിൽ മാത്രം വളം ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇതിൻ്റെ വേര് വലിച്ചെടുത്ത് അതിനുള്ള അത്രയും ശക്തിയിൽ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നിറച്ച് കായ്ക്കുന്നുണ്ട് പച്ചമുളക്. ഇത് വേറെ, ഇത് നാടൻ പച്ചമുളകാണ്. ഇത് കായ്ച്ചില്ല, പൂ വന്നതേ ഉള്ളൂ. ഇതൊരു പച്ചമുളക്. അടുത്ത് ഇത് നാടൻ പച്ചമുളക് തന്നെ. ഇത് കായ്ച്ച് ഇവിടെ കൊണ്ടുവരണം, കായ്ച്ചിട്ടുണ്ട്. ഇതൊരു ബീൻസ്. ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ടയറിലാണ് വെച്ചിട്ടുള്ളത്. ഇത് തക്കാളി. ഇത് 3 വർഷമായ വഴുതനയാണ്. ഇതെല്ലാം പോയി. ഇപ്പോൾ ഇതൊരു 3 കാ വന്നിട്ടുണ്ട്. അതിന് വിത്തിലേക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ്. വിത്തെടുക്കാൻ വേണ്ടി. തക്കാളി വഴുതന കാ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നേരത്തെ വന്നതെല്ലാം പോയി. ഇപ്പോൾ 4, 5, 8 കാ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വീണ്ടും ഇവിടെയും ഒരു കാ വന്നിട്ടുണ്ട്. 3 കാ ആദ്യം വന്ന 3 വിത്തിനിട്ട്. കാരണം ഇതിൻ്റെ എല്ലാം പോയി. ഇത് 2-3 വർഷം മുമ്പ് കിട്ടിയൊരു വഴുതനയാണ്. പക്ഷേ അതെല്ലാം പോയി. അപ്പോൾ അതിന് വിത്തിന് ഇട്ടിരിക്കുന്നതാണ്. നമ്മുടെ നാടൻ പച്ചമുളകാണ്.
ഇതും പച്ചമുളക്. ഇത് ഇത് 2 വർഷമായ പച്ചമുളകാണ്. ഇത് നിറച്ച് കായ്ക്കുന്നുണ്ട്. ഇത് ഞാൻ കമ്പ് വെട്ടി നട്ട് വെച്ചേക്കാണ്. അത് പൊടിച്ച് അത്തി ഇത് ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. മദർ പ്ലാന്റ്. ഇതിൽ നിന്നാണ് നമ്മളിങ്ങനെ കമ്പ് വെട്ടി നട്ട് പൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു കമ്പ് കിട്ടിയതാണ്. പിന്നെ അവിടെ നിന്ന് ഇതിൽ നിന്ന് തന്നെ വെട്ടി നട്ട് ഇങ്ങനെ പൊടിപ്പിച്ചെടുക്കുകയാണ്. ഫസ്റ്റ് 2-3 നട്ടിരുന്ന അത് ഒരെണ്ണം പട്ടുപോയി. പിന്നെ ഇത് ഒരെണ്ണം റെഡിയായി കിട്ടി. അപ്പോൾ ഇതിൻ്റെ കമ്പ് വെട്ടി നട്ട് തന്നെ നമ്മൾ എടുക്കുകയാണ്. പച്ചമുളക്, ഇത് പുതിന നിറച്ചിട്ടിട്ടുണ്ട്. ഇത് കാന്താരിയാണ്, പക്ഷെ അത് വരുന്നില്ല. ഇത് നാട്ടിലല്ല, ഇത് ബഹറിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാന്താരി ഒന്നും പെട്ടെന്ന് വരാത്തത്. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. ഇതും കാന്താരി തന്നെ. ഇത് പുതിനയാണ് അടിയിൽ കിടപ്പുള്ളത് ടയറിൽ. അതിൻ്റെ അടി ഇടയ്ക്കൊരു കാന്താരി നട്ടെന്നേ ഉള്ളത്. വരുന്നില്ല, കാരണം എല്ലാം പുതിനയാണ്. ഇതിന് നല്ല സ്മെല്ല, നല്ല മണമായത്. ഇത് ഒരു കട്ടൻ ചായ ഇടാൻ വേണ്ടി അതിനകത്ത് 2 പുതിന ഇല ഇട്ടാൽ, വെറും 2 ലീഫ് ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. തേയില ഇടുന്ന സമയത്ത് നമ്മൾ വെറും 2 ഇല ഇട്ടാൽ ഒരു ഗ്ലാസ്സിന്, കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത്രയും ഹാർഡ്. ഇതൊരു പച്ചമുളക്. ഞാൻ ഇളക്കി നടന്ന സമയത്ത് ഇതിൻ്റെ ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 ഇല പരുവത്തിലാണ് ഇളക്കി ഞാൻ ഇതിലാക്കിയത്. ഇപ്പോൾ അത് നടാൻ ഏതാണ്ട് സൈസായി. ഇപ്പോൾ 15 ദിവസമായി, 14 ദിവസം. ഇതിപ്പോൾ നാളെയോ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഇത് ഇളക്കി തറയിൽ നടുന്നതായിരിക്കും ഇത്. ഓക്കെ, തൽക്കാലം ഇത്രയുള്ള വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.